വിൻസ് യൂണിവേഴ്സിലേക്ക് സ്വാഗതം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ അടുത്ത വീഡിയോകൾ ഒന്നുപോലും മിസ് ചെയ്യാതിരിക്കാൻ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഒരു സാധാരണ വ്യക്തി സോഷ്യൽ മീഡിയ വഴിയോ മറ്റു മാർഗങ്ങളിലൂടെയോ മറ്റൊരു വ്യക്തിയെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനും മാനസികമായി ഉപദ്രവിക്കാനും ശ്രമിച്ചാൽ പുതിയ ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരം പ്രധാനമായും താഴെ പറയുന്ന സെക്ഷനുകൾ ഉപയോഗിച്ച് കേസെടുക്കാം. ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ചുമത്താവുന്ന പ്രധാന വകുപ്പുകളും അവയ്ക്കുള്ള ശിക്ഷകളും താഴെ നൽകുന്നു. 1. BNS സെക്ഷൻ 356 BNS സെക്ഷൻ 356 - അപകീർത്തിപ്പെടുത്തൽ ഡെഫമേഷൻ. പഴയ IPC 499 500 വകുപ്പുകൾക്ക് പകരമാണിത്. സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലാതെയോ ഒരാളുടെ അന്തസ്സിനും പ്രശസ്തിക്കും കളങ്കം വരുത്തുന്ന രീതിയിൽ വ്യാജമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ ഈ വകുപ്പ് ചുമത്താം. ശിക്ഷ 2 വർഷം വരെയുള്ള തടവ്, ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കാം. കൂടാതെ BNS പ്രകാരം ഇതിൽ സാമൂഹിക സേവനം കമ്മ്യൂണിറ്റി സർവീസ് കൂടി ഒരു ശിക്ഷയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2. BNS സെക്ഷൻ 351 BNS സെക്ഷൻ 351 - ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ ക്രിമിനൽ ഇന്റിമിഡേഷൻ. സോഷ്യൽ മീഡിയയിലൂടെ ഒരാളെ മാനസികമായി തളർത്തുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയോ അയാളുടെ ശരീരത്തിനോ സ്വത്തിനോ പ്രശസ്തിക്കോ ഹാനി വരുത്തുമെന്ന് ഭയപ്പെടുത്തുകയോ ചെയ്താൽ ഈ വകുപ്പ് ബാധകമാകും. പഴയ IPC 503 506 വകുപ്പുകൾക്ക് സമാനമാണിത്. ശിക്ഷ സാധാരണ ക്രിമിനൽ ഭീഷണിക്ക് 2 വർഷം വരെ തടവോ പിഴയോ ലഭിക്കാം. എന്നാൽ അപകീർത്തികരമായ കാര്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് മാനസികമായി ഉപദ്രവിക്കുന്നതെങ്കിൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. 3. BNS സെക്ഷൻ 352 BNS സെക്ഷൻ 352 - സമാധാന ലംഘനത്തിന് പ്രകോപനം സൃഷ്ടിക്കൽ. ഒരാളെ ബോധപൂർവം അപമാനിക്കുകയും അതുവഴി അയാൾ പ്രകോപിതനായി പൊതുസമാധാനത്തിന് ഭംഗം വരുത്തുമെന്ന് ഉറപ്പുള്ളതുമായ സാഹചര്യത്തിലാണ് ഇത് ചുമത്തുക. പഴയ IPC 504. ശിക്ഷ 2 വർഷം വരെയുള്ള തടവ്, ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ. സൈബർ നിയമങ്ങൾ IT ആക്ട് 2000. സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, യൂട്യൂബ് മുതലായവ ആണ് ഈ അധിക്ഷേപം നടക്കുന്നത് എന്നതിനാൽ ഭാരതീയ ന്യായ സംഹിതയ്ക്ക് പുറമെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് IT ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും പോലീസ് ചുമത്തും. IT ആക്ട് സെക്ഷൻ 66 ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ സ്വകാര്യ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് മാനസികമായി ഉപദ്രവിച്ചാൽ ഇതിൻ പ്രകാരം കേസെടുക്കാം. ശിക്ഷ 3 വർഷം വരെ തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെ പിഴ. IT ആക്ട് സെക്ഷൻ 67 സോഷ്യൽ മീഡിയ വഴി അശ്ലീല ചുവയുള്ളതോ മോശമായതോ ആയ സന്ദേശങ്ങളും പോസ്റ്റുകളും പ്രചരിപ്പിച്ചാൽ ശിക്ഷ ആദ്യത്തെ കുറ്റത്തിന് 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും. ശ്രദ്ധിക്കുക, ഇര ഒരു സ്ത്രീയാണെങ്കിൽ BNS പ്രകാരമുള്ള സ്ത്രീകളെ അപമാനിക്കൽ സെക്ഷൻ 79, സ്റ്റോക്കിംഗ് പിന്തുടർന്ന് ശല്യം ചെയ്യൽ സെക്ഷൻ 78 തുടങ്ങിയ ജാമ്യമില്ലാത്ത കടുത്ത വകുപ്പുകൾ കൂടി പ്രതിക്കെതിരെ ചുമത്താൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും വലിയ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദവും പ്രചോദനകരവുമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിൻസ് യൂണിവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ വരാനിരിക്കുന്ന എല്ലാ വീഡിയോകളെക്കുറിച്ചും കൃത്യമായി അറിയാൻ ആ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുമല്ലോ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളെ വളരാനും കൂടുതൽ മികച്ച വീഡിയോകൾ ചെയ്യാനും സഹായിക്കുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, പുതിയ അറിവുകൾ തേടിക്കൊണ്ടേയിരിക്കുക, പ്രചോദിതരായിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.